ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ ഞാൻ നാടൻ മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവനെ സുലഭമായി കിട്ടിയ ദിവസമാണ്. 2 കിലോ മത്തിക്ക് 100 രൂപ. കഴിഞ്ഞ 2 മാസം മുന്നേ വരെ കഴിഞ്ഞ മാസം 300-400 ആയിരുന്നു മത്തിയുടെ വില. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും വാങ്ങിയല്ലോ, നമുക്ക് തുടങ്ങാം. നന്നായിട്ട് ക്ലീൻ ചെയ്യട്ടെ ആദ്യം മുതൽ. ഒരു 5-6 പ്രാവശ്യം കഴുകണം കേട്ടോ. ഞാൻ എത്ര തവണ കഴുകിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് നല്ല വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയാക്കി ഒരുപാട് തവണ കഴുകി. അതിനുശേഷം കല്ലുപ്പിട്ട് വീണ്ടും കഴുകി. ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും സാറ്റിസ്ഫാക്ഷൻ കൂടി വരുന്നു. കാരണം ക്ലീനായി വരുമ്പോൾ നമുക്കൊരു തൃപ്തിയല്ലേ. ലാസ്റ്റ് ഇടിവെട്ടുന്ന കളറിലാണ് മത്തി. എനിക്കിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കാൻ നല്ല ഇഷ്ടമാണ്. എന്തായാലും മണിക്കൂറുകളോളം എടുത്തിട്ട് മീൻ നേരാക്കിയതല്ലേ, അപ്പോൾ പിന്നെ കഴുകൽ കുറയ്ക്കണ്ട. ഇനി നമ്മൾ നന്നായിട്ട് വെള്ളം ഊറ്റിയെടുത്ത് നല്ല വൃത്തിയാക്കി മീനിനെ ചട്ടിയിൽ വെക്കണം. അതിനുശേഷം കറ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ വാഷ് ചെയ്യാം. അത്ര വേണ്ടു. കണ്ടോ, പളപള തിളങ്ങുന്നുണ്ടോ? ഇനി നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാം. ആദ്യം തേങ്ങ പൊളിക്കണം. കൊട്ടത്തേങ്ങ ആണ് അധികവും, എന്നാലും ഒരു വെള്ളമുള്ള തേങ്ങ ഞാൻ ഒപ്പിച്ചു. ഇനി നമുക്ക് കറിവേപ്പില പറിക്കാം. കറിവേപ്പില ഇല്ലാതെ എന്ത് മീൻ കറി അല്ലേ? എല്ലാ കറിയിലും കറിവേപ്പില ഇടുമ്പോഴാണ് ഓരോ കറിയും പൂർണ്ണമാകുന്നത്. എനിക്ക് കറിവേപ്പില ഇല്ലാതെ പറ്റില്ല കേട്ടോ. ആമസോൺ കാട്ടിലൂടെ പോകുന്ന പോലെയാണ് ഞാൻ കറിവേപ്പില പഠിക്കുമ്പോഴപ്പോൾ. ആദ്യം ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും നന്നായി നുറുക്കി എണ്ണയിൽ വഴറ്റുക. വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതി. അതിനുശേഷം 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക്, കൂടാതെ ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് വറുക്കുക. ഇത് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കണം. നല്ല വെണ്ണ പോലെ അരച്ച് വരണം കേട്ടോ. വറ്റൽമുളകിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലൊരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടും. നമ്മൾ വാങ്ങിക്കുന്ന മുളക് പൊടിയേക്കാൾ നല്ലതാണ് എപ്പോഴും ഈ മുളക് അരച്ച് ഉപയോഗിക്കുന്നത്. ഇതിനിടയിൽ ഞാൻ പുളി വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. ഈ വറവിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. ഈ പുളി നന്നായി തിളച്ച് വരുമ്പോൾ മീൻ അതിലേക്ക് ഇടുക. ഈ പുളിയിലാണ് കേട്ടോ മീൻ വേവേണ്ടത്. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ രുചി എന്ന് പറയുന്നത്. പുളി, ഉപ്പ്, മുളക് ഇത്രയും നന്നായി തിളച്ച് വേവണം. അടുത്തതായി നമ്മൾ അരച്ചു വച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കുക. തേങ്ങ, മല്ലി, മുളക് ഇത്രയാണ് കേട്ടോ. ഈ അരപ്പ് നന്നായി ഇളക്കി ചേർത്ത് കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഫിഷ് ഏകദേശം കുക്കായി കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ അധികം വേവിക്കേണ്ടതില്ല. ഈ സമയത്താണ് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. ഞാൻ സാധാരണയായി എല്ലാം ആദ്യം തന്നെ ഇട്ടതുകൊണ്ട് വലിയൊരു ചേഞ്ച് വരാറില്ല. ഇനി ഈ കറിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. ബാക്കി വന്ന കറിവേപ്പില പ്ലാസ്റ്റിക് ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. ഇങ്ങനെ വെച്ചൊരു 2-3 ആഴ്ചയൊക്കെ നിൽക്കാറുണ്ട്. കറിവേപ്പില വെളിച്ചെണ്ണയിൽ വഴറ്റുക. കൂടെ ചെറിയുള്ളി ഇടുക. നന്നായി മൂപ്പിക്കണം. മെല്ലെ മെല്ലെ ഇളക്കി മൂപ്പിച്ച് നല്ല പാകമാകുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ പൊടി ചേർക്കാം. ഈ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച് ഞാൻ ബോട്ടിലാക്കി വെക്കുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരിക്കും. ഈ വറവ് കറിയിലേക്കിട്ട് സാവധാനം ഇളക്കി ഉപയോഗിക്കാം. ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ നല്ല മത്തിക്കറി റെഡി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.